I have always noticed that powder highlighters can be really intimidating. When I start trying to repair your skin without fixing your skin barrier, it's just not going to happen. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, എക്സൈറ്റ്മെൻറ്റിലാണ്. എൻ്റെ ഈ ചാനൽ ആദ്യം തൊട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഇതൊരു പക്ക വ്ളോഗ് ചാനലായിരുന്നു. എന്ന് വെച്ചാൽ പേഴ്സണലാക്കി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലാക്കി വെച്ചുകൊണ്ട് പ്രൈവറ്റാക്കി കാണിക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റാക്കി കാണിച്ചുകൊണ്ടുള്ളൊരു വ്ളോഗ് ചാനൽ. പബ്ലിക്കാക്കി കാണിക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കാക്കി കാണിച്ചുകൊണ്ടുള്ളൊരു വ്ളോഗ് ചാനൽ. അങ്ങനെ ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് കുറച്ച് പേരൊക്കെ അതിരുന്ന് കണ്ടു, സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ വല്ല റിയാക്ഷനിലോട്ട് അങ്ങ് ഇറങ്ങി. അങ്ങനെ ഈ ചാനൽ കംപ്ലീറ്റ് അങ്ങ് റിയാക്ഷൻ ആയിപ്പോയി. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന മെയിനായിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്നോട് പറയാൻ തുടങ്ങി, എന്താ ചിക്കു നീ പഴയ പോലെ വ്ളോഗ് ഇടാത്തത്, നിനക്ക് ഇതിൻ്റെ കൂടെ വ്ളോഗ് ഇട്ടുകൂടെയെന്ന്. അപ്പോൾ വ്ളോഗും ഇതും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ കഞ്ഞിപ്പരുവമാവുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ദറ്റ് ഈസ് മൈ വ്ളോഗ് ചാനൽ. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിലും കൊടുക്കും, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പോയി എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റിയാക്ഷൻ മാത്രം കണ്ടാൽ മതിയോ? ഇനി എൻ്റെ കുറച്ച് വ്ളോഗുകൾ കൂടി നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഐ നീഡ് ഓൾ യുവർ സപ്പോർട്ട്. നമുക്ക് അവിടെയും ഭയങ്കര ഫണ്ണാക്കാം. ഇനി ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതിലാണ് കാണിക്കുന്നത്. സോ എല്ലാവരെയും ഞാൻ അതിലോട്ട് വെൽക്കം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുവിധം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുത്ത് കൊണ്ട് വാരി വലിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു സാധനമാണ് അപർണയുടെ വിഷയം, അപർണ ജീവിയുടെ ഒരു വിഷയം. അത് പറയുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയോട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അധികം സംസാരിക്കുന്നതിന് മുമ്പ് സംഭവ ബഹുലമായ ആ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. സോ ലെറ്റ്സ് കാണാൻ. When I say my makeup routine has evolved to be the best, I mean I have found smarter products that do multiple jobs at once. And this new L'Oréal Paris Glycolic Bright Luminizing Cream proved it right. It is technically skincare, but it works as a moisturizer plus strobe cream plus highlighter all in one, giving that instant glow and making the skin look fresher and more even. The cream is super lightweight and sets a smooth, silky base without making the skin feel oily. Look at the natural base and glow it gives. It is so perfect that I don't even feel the need to apply additional layers of makeup on top. This alone gives enough glow and a healthy looking finish. Honestly, L'Oréal Paris has been killing it with their formulations, and this new launch is just the best. Me being me, I have worn this through the day to test it and it sits so well. Now, why do I keep reaching for it? Because it is simple, effective and gives the best results. ഒരു വീഡിയോ കൂടെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, To repair your skin without fixing your skin barrier, it's just not going to happen. But you know what? I don't believe in quitting. Our skin is resilient, okay? We just need to treat it right. And this is something I found very recently, the new Pond's Biome Gel. It works on your skin barrier by balancing your skin's microbiome, basically the first line of skin's defense. This has Serrahymino, so skin feels hydrated of skin's defense. This has Serrahymino, so skin feels hydrated all day long and more plump and radiant. And it's super lightweight. So day long and more Serrahymino, so skin feels hydrated all day long and more plump and radiant. അപ്പോൾ ഇതാണ് വീഡിയോ. മെയിനായിട്ട് ഡിസ്കഷനായ ഡയലോഗായിട്ടുള്ള വീഡിയോ. ഈ രണ്ട് വീഡിയോയെ ഞാൻ കാണിക്കുന്നുള്ളൂ. ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലോ യൂട്യൂബ് പ്രൊഫൈലിലോ നോക്കിയാൽ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കാണാം. ഈ വീഡിയോസൊക്കെ പകുതി മുക്കാലും പ്രൊമോഷൻ വീഡിയോസാണ്. പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസ്. ആൾക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് പെയ്ഡ് പ്രൊമോഷനാണ്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നു, അതെങ്ങനെ ചെയ്യണം, എന്ത് പറയണം, ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് രീതിയിൽ ആക്ട് ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കും. പ്രൊഡക്റ്റ് എടുത്ത് വെക്കുക, അവർ പറയുന്ന പോലെ ആക്ട് ചെയ്യുക. ഇത് കാണുന്ന സമയത്ത് കുറേ ആൾക്കാർ വാങ്ങാതിരിക്കാം. പക്ഷെ ഇവരൊക്കെ ആയതുകൊണ്ട് തന്നെ വാങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഇവർക്ക് നല്ല പൈസ കിട്ടുന്നു, പ്രൊഡക്റ്റ് ഫ്രീ ആയി കിട്ടുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി എനിക്കിതിൻ്റെ 2-3-4-5 ആസ്പെക്റ്റുകൾ സംസാരിക്കാനുണ്ട്. ആദ്യം ഞാൻ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഞാൻ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. ഒന്ന്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് ഏണിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഏണിംഗ് ഉണ്ടാക്കും. അപ്പം അതിലുള്ള ഈ റീച്ചുള്ള ആൾക്കാരുടെ ഒരു ഏണിംഗ് സാധനമാണ് ഈ പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. അവർക്ക് പ്രൊഡക്റ്റും ഫ്രീ ആയിട്ട് കിട്ടും, ആ സാധനം അങ്ങ് പ്രൊമോട്ട് ചെയ്താൽ മതി, അതുവഴി അവർക്ക് പൈസയും കിട്ടും. അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന ഒരു സാധനമാണ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 25% കമ്മീഷൻ കിട്ടുന്ന എന്തൊരു പരിപാടി. ഇപ്പം നിങ്ങൾ പല യൂട്യൂബേഴ്സിൻ്റെ ചാനലും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അൺബോക്സിങ് വീഡിയോസ് ഭയങ്കര കൂടുതലാണ്.
അത് പിന്നെ നമുക്ക് പറയാൻ പറ്റും നല്ല നല്ല പ്രൊഡക്റ്റുകളാണ്. ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത് കുറേ ഡ്രസ്സുകൾ, ഞാനൊക്കെ ഇത് ഒരു പേജിൽ നിന്ന് കണ്ട് വാങ്ങിയതാണ്. ഡ്രസ്സുകൾ അല്ലെങ്കിൽ പിന്നെന്താ കുറേ കിച്ചൺ ആക്സസറീസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് കാണുന്നത്. പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആൾക്കാർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഫോളോ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്ത് വേണം? കമ്മിറ്റ്മെൻറ്റ് വേണം. നിങ്ങൾ പൈസയും വാങ്ങി ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റും വാങ്ങി നേരെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് വായെ തോന്നിയ പോലെ നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടവും വരുന്നില്ല. പകരം നഷ്ടം വരുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഈ സാധനങ്ങൾ വാങ്ങുന്നതാണ്. കുറച്ച് മെച്യൂർ ആയിട്ടുള്ള വിവരവും ബോധമുള്ള ആൾക്കാർ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്നത് കേട്ട് വാങ്ങാൻ നിൽക്കില്ല. പക്ഷേ എന്നാൽ വിവരവും ബോധവും ഇല്ലാത്ത നിങ്ങൾ പറയുന്ന വിവരവും ബോധം ഇൻ ദ സെൻസ് സോഷ്യൽ മീഡിയനെ കുറിച്ചോ അല്ലെങ്കിൽ ഫേക്ക് ഈ പരിപാടികളെ കുറിച്ചോ അറിയാത്ത കാറ്റഗറി ഓഫ് ആൾക്കാർ ഇത് തേച്ചാൽ എൻ്റെ കുരു പോവും, ഇത് തേച്ചാൽ എൻ്റെ പാട് പോവും എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഇടുമ്പം നല്ല കുരുവും പാടിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യും. ഞാനൊരു ടീനേജറായിരുന്നു, എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു, പിമ്പിൾ മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ പിമ്പിൾ മാർക്സും പോകാൻ. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ വാരി തേച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. കാരണം അന്നത്തെ ഓരോ മണ്ടത്തരത്തിന് പുറത്ത്. പക്ഷേ ഞാൻ അന്നും കെമിക്കൽ പ്രൊഡക്ട്സിലോട്ട് പോകില്ലായിരുന്നു. കാരണം എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്ന് പൈസ ഇട്ട് തീരുവുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ ഇന്നത്തെ പിള്ളേരെ എന്തൊക്കെയാണ് വാങ്ങി തേക്കുന്നത്? ഈ ഷോപ്സിലൊക്കെ അവൈലബിൾ ആയ കുറേ ക്രീമുണ്ട്, സ്കിൻ ഷൈൻ, സ്കിൻ ലൈറ്റ്, മെലാക്കെയർ. ഇന്ന് പിള്ളേരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 3 ക്രീംസാണ്. ഇത് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖം വെളുക്കും. പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം അതിലും വലിയ സ്കിൻ ക്യാൻസറൊക്കെ വന്ന പോലത്തെ ഒരു അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് ചീറ്റ് ചെയ്യുന്നത് എന്നൊരു ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ വാങ്ങിക്കോളൂ, നിങ്ങളുടെ പ്രൊമോഷൻസ് വാങ്ങിക്കോളൂ, നിങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ചെയ്യേണ്ട ആ കാര്യം എന്താ അറിയോ? ജെനുവിനായിട്ട് യൂസ് ചെയ്യുക, എന്നിട്ട് ജെനുവിനായിട്ടുള്ള റിപ്ലൈ പറയുക. നിങ്ങളോട് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം, എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ആപ്പിളിൽ ഒട്ടിയിട്ടും അല്ലെ വെള്ളത്ത് മുക്കിയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനത് യൂസ് ചെയ്യാം, ഞാനത് കാണിക്കാം, എന്നിട്ട് എൻ്റെ റിവ്യൂ ഞാൻ എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ഇടാം എന്ന് പറയാം. അവിടെയാണ് നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണിത് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്തൊരു സാധനം, എനിക്കും പെയ്ഡ് പ്രൊമോഷൻസ് സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ വാങ്ങും ചെയ്യും. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ചെയ്യും. എനിക്ക് യൂട്യൂബ് തന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കണ്ട ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും പ്രൊമോഷൻ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാനിപ്പോൾ അപ്പുറത്തെ ചാനലിൽ വരുന്നുണ്ട്. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ജെനുവിനായിട്ട് മാത്രമേ സംസാരിക്കൂ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വായ തോന്നിയത് കാണിച്ച് ആരെങ്കിലുമൊക്കെ വാങ്ങി തേച്ച് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ്. എന്തിനാണ് പാവങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്നത്? അപ്പോൾ ഈ ഒരു കമൻറ്റ് എന്തായാലും വരുമെന്ന് അറിയുന്നതുകൊണ്ട് ആ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കുള്ള റിപ്ലൈ കൊടുത്തുകൊണ്ട് അപർണയുടെ വിഷയത്തിലോട്ട് പോകാം. അപർണയുടെ വിഷയം സിമ്പിൾ ആസ് സാമ്പിൾ. അപർണ ചേച്ചി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു. അപർണ ചേച്ചി പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ അത്യാവശ്യം നല്ല ഹൈപ്പുള്ള പ്രൊഡക്റ്റാണ്. ചില പ്രൊഡക്റ്റൊക്കെ കാണുന്ന സമയത്ത് ഞാനൊക്കെ ഒന്ന് അടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. വിലയൊക്കെ കാണുന്ന സമയത്ത് ഞാനൊന്ന് കണ്ടുകൊണ്ടൊന്ന് ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈപ്പുള്ള പ്രൊഡക്റ്റാണ്. ചേച്ചിക്ക് ഗുണമാണ്, കാരണം ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് നല്ല പൈസയും കിട്ടും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ടും കിട്ടും. പിന്നെന്താ പ്രശ്നം? ഫ്രീ ആയി കിട്ടിയാലും കുറച്ച് പ്രൊഡക്റ്റൊക്കെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്യിപ്പിച്ചിട്ട് അങ്ങ് സെൻഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പം ഈ ഒരു സാധനം വിഷയമാവാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ, ഈ 2 വീഡിയോയും ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, 2 വീഡിയോയിലും അപർണ ചേച്ചി നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മേക്കപ്പ് ചെയ്ത ഒരു ലെയർ ഉണ്ടാക്കിയ ആ ലെയറിൻ്റെ മുകളിലാണ് ചേച്ചി എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. ചേച്ചി ഇടയ്ക്ക് വന്ന് വലിയ കാര്യത്തിൽ ഇംഗ്ലീഷും മംഗ്ലീഷൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചെങ്കിലും അങ്ങനെ ചിന്തിക്കാനൊന്നുമില്ലടാ. പൊതുവേ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ടോണർ ഇടുന്നു, സെറം ഇടുന്നു, മോയ്സ്ചറൈസർ ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു. പിന്നെ ചില ആൾക്കാർ പ്രൈമർ ഇടും, ഫൗണ്ടേഷൻ ഇടും, കൺസീലർ ഇടും, ഹൈലൈറ്റർ ഇടും, ബ്ലഷ് ഇടും, കണ്ണെഴുതുന്നു, മസ്കാര ഇടുന്നു, ഐഷാഡോ ഇടുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, സെറ്റിംഗ് സ്പ്രേ ഇടാൻ. ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മോയ്സ്ചറൈസറും പ്രൈമറും പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ ഫൗണ്ടേഷൻ്റെ ബേസും അതിൻ്റെ കൂടെ ഹൈലൈറ്ററും ഒരുമിച്ച് കിട്ടും. സോ എല്ലാവരും ഈ സാധനം വാങ്ങിക്കുമെന്ന് എന്ന് വെച്ചാൽ നമ്മളൊരു 10 പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് പകരം ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 10ൻ്റെ ഗുണം ചെയ്യുമെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആലോചിക്കും, ഒരു ഫൗണ്ടേഷനും അതും ഇതെല്ലാം കൂടെ വാങ്ങി വരുമ്പോൾ എന്ത് പൈസയാണ്, അന്നേരം ഈ ഒരൊറ്റ സാധനം വാങ്ങിയാൽ പോരെ. അതും അപർണ ചേച്ചീൻ്റെ മുഖത്തിട്ടപ്പോൾ എന്തോ തിളക്കം കരുതും. പക്ഷേ അവിടെയാണ് കള്ളത്തരം. എന്താണ് ആ കള്ളത്തരം എന്ന് ചോദിച്ചാൽ, അപർണ ജീവൻ്റെ ഏതോ പഴയൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപർണ എയർ ഹോസ്റ്റസ് ആയിട്ട് ഞാനുമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയങ്ങളിൽ അപർണയ്ക്ക് നല്ല അപ്പോൾ എയർ ഹോസ്റ്റസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, അവർ മേക്കപ്പ് എക്സ്ട്രാ ട്രെയിനിങ് എടുക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരാണ്.
ആൻഡ് മേ ബി ഫ്രം അത് തൊട്ടിട്ട് ഇതുവരെ അപർണ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. വളരെ സ്കിൻ ലൈറ്റ് ചെയ്ത മേക്കപ്പും സ്കിൻ ഹൈലൈറ്റ് ചെയ്ത മേക്കപ്പും എന്നാൽ ഡിമ്മായ മേക്കപ്പ് പല മേക്കപ്പും ചെയ്യാനറിയാം. ആൻഡ് ഒരു മേക്കപ്പ് ചെയ്ത ഫേസും മേക്കപ്പ് ചെയ്യാത്ത ഫേസും വളരെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഫേസ് എന്ന് പറയുന്നത് ഞാൻ മേക്കപ്പ് ചെയ്ത ഫേസ് അല്ല. ഞാൻ പൊതുവേ വർക്കിന് പോകുമ്പോൾ മേക്കപ്പ് ചെയ്യലില്ല. ബട്ട് ഐ ഡു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ടോണർ, സെറം. ഈ 4 സാധനവും ഞാൻ ഇടലുണ്ട്. ഈ 4 സാധനം ഇടും, ലിപ്സ്റ്റിക്കും ഇടും, കണ്ണും എഴുതും. ഇതിലോട്ട് ഇപ്പോൾ ഈ മേക്കപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ പാടുകൾ, ഈ കണ്ണിൻ്റെ ഇടയിലുള്ള ഈ കറുപ്പുകൾ, ഈ സാമഗ്രികളൊന്നും കാണില്ല. ഇവിടെ ഒരു വരയൊക്കെ കാണാൻ പറ്റും, ഇവിടെ ഒരു ചുവപ്പൊക്കെ കാണാൻ പറ്റും. ഇതാണ് പൊതുവേ എന്തെന്ന് പറയുന്നത് നമ്മളുടെ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. നല്ല പ്രൊഫഷണലായി മേക്കപ്പ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മുടെ സ്കിന്ന് പോലെ തോന്നും. ആ രീതി മേക്കപ്പ് ചെയ്യാൻ പറ്റും. ആ രീതി മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ചേച്ചി. അപ്പോൾ ചേച്ചി ആ രീതിയിലുള്ള മേക്കപ്പിലാണ് എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ വരെ. അല്ലെങ്കിൽ സാധാ കോലം കണ്ടാൽ തീർന്നില്ലേ. അപ്പോൾ ചേച്ചി എന്ത് ചെയ്തു, ആ മേക്കപ്പുള്ള ഫേസിൽ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് അങ്ങ് ഫ്രണ്ടിലിട്ടങ്ങ് കാണിച്ചു. അതോടുകൂടി കാണുന്ന ചിലപ്പോൾ കുറേ ആൾക്കാർ വിശ്വസിക്കും. ഞാൻ പണ്ട് തൊട്ടേ ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ സബ്സ്ക്രൈബ്ഡും അല്ല ഫോളോഡും അല്ല. കാരണം എന്നെ കൊണ്ട് പറ്റുന്നതല്ല ഇവർ കാണിക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ ഹൈലി നല്ല റേറ്റുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ പിന്നെ ഞാനിത് കണ്ട സമയത്ത് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് വിടാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ആൾക്കാരൊന്നും ഇവരുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്നില്ല. ഇനി വാങ്ങുകയാണെങ്കിൽ തന്നെ വലിയ ആൾക്കാരാണ്. മിക്ക പ്രൊഡക്റ്റും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇവർ കാണിച്ച ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സാധനം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കയറി അടിച്ചു നോക്കിയ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണുന്തി ഞാൻ തിരിച്ച് നേരെ ബാക്കോട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ബാക്കി എന്താണെങ്കിലും ഈവൻ ഔട്ട്ഫിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിടുന്ന ഒരു സ്റ്റൈലും അല്ല. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് വോണ്ട് ടു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ്. പക്ഷേ ഇത് കൊടുക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് സൊസൈറ്റിയിൽ എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്തൊരു ടോണിൽ ചിലപ്പം ചില ആൾക്കാർക്കെങ്കിലും കരുതാൻ പറ്റും അപർണ മേക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ ഈ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്ത ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. നമ്മൾ ഈ ലിപ്സ്റ്റിക് അനുസരിച്ചിട്ടാണ് നമ്മളുടെ മേക്കപ്പിനെ ബൂസ്റ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ഇട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാനൊരു ഡാർക്ക് അണ്ടർ ടോണിലുള്ള ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ്. ഞാൻ അന്നേരം ഈ ലിപ്സ്റ്റിക്ക് വളരെ ലൈറ്റ് ആയിട്ടാണ് ഇട്ടതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിന് ഭയങ്കര ഒരു ഡൾനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അപർണ ഈ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഏതോ ലിപ് ടിൻറ്റോ അല്ലെങ്കിൽ ലിപ്പ് ഓയിലോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ലിപ്പിൽ ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ PH ലിപ് ബാമോ അങ്ങനെ എന്തോ ഒരു സാധനം ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരീൻ്റെ ആ ഒരു മേക്കപ്പിനെ ചെയ്ത വെച്ച മേക്കപ്പിനെ കുറച്ചൊന്ന് ഡിമ്മാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കാണ് മനസ്സിലാവാൻ പറ്റുക അവിടെ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ആൻഡ് മേക്കപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. മേക്കപ്പ് എപ്പോഴും ചെയ്യുന്നത് സ്കിന്നിനെ ഭയങ്കര എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ സ്കിന്നിൽ ഈ കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരു പാക്ക് പോലും ഇന്നേ വരെ ഞാൻ എൻ്റെ ഫേസിൽ പാക്സുകളിൽ ഈ പണ്ട് യൂട്യൂബ് ചാനലിൽ പ്രൊമോഷന് വേണ്ടി വല്ല ഈ വീഡിയോ മീൻസ് സെൽഫ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഫേസിൽ യൂസ് ചെയ്ത് കാണിച്ചു എന്നല്ലാണ്ട് ഞാനിപ്പോഴും കടലപ്പൊടി, അരിപ്പൊടി, കാപ്പിപ്പൊടി, തക്കാളി, പിന്നെ തേന്, പിന്നെ നാരങ്ങ ഇതൊക്കെ വെച്ചുള്ള പരിപാടികളാണ് ഞാൻ കൂടുതലും ഫേസിൽ ചെയ്യുക. പിന്നെ ഈ ഫങ്ഷൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടാണ് പോവുക. ഞാൻ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വലിയ മേക്കപ്പ് അല്ലെങ്കിലും ഒരു 25% എൻ്റെ ഫേസിൽ മേക്കപ്പ് ചെയ്യാൻ എനിക്കറിയാം. സോ ഫങ്ഷൻസ് വരുമ്പോൾ ഞാൻ അത്യാവശ്യം മേക്കപ്പ് ചെയ്തിട്ടാണ് പോവുക. അതല്ലാണ്ട് നോർമലി വർക്കിന് പോകുന്ന സമയത്ത് സാധാരണ ഒരു സ്കിൻ ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഈ സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ പോകല്. നമ്മളുടെ സ്കിന്നിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ഹെൽത്ത് നല്ല അടിപൊളിയായിരിക്കും. കെമിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ഹെൽത്ത് നല്ല മോശമായിരിക്കും. റീസെൻ്റ്ലി കല്യാണീൻ്റെ ഒരു വിഷയം ഡിസ്കസ് ചെയ്തു. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്റ്റിറോയിഡാണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഈവൻ മെലാക്കെ, സ്കിൻ ഷൈൻ, സ്കിൻ ലൈറ്റ് എന്നൊക്കെ പറയുന്ന ഈ ക്രീംസിലൊക്കെ ഈ സ്റ്റിറോയിഡ് കണ്ടൻറ്റ് ഉണ്ട്. ഇത് പക്ക കെമിക്കൽസാണ്. അത് സ്കിന്നിൽ കയറിയിട്ടുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ടെസ്റ്റ് അതിൻ്റെ ടൈപ്പ് ഫുൾ കംപ്ലീറ്റ് മാറും. അപ്പോഴാണ് നമ്മൾ വലിയ ട്രീറ്റ്മെൻറ്റിന് പോവുക, വലിയ പ്രശ്നത്തിലോട്ടാവുക. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കെല്ലാം നമ്മളതായ രീതിയിലുള്ളൊരു സ്കിൻ ടോൺ ഉണ്ട്. ആ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ആ സ്കിൻ ടോൺ ഇനിയും കൂട്ടേണ്ട ആവശ്യം എന്താണെന്നുള്ള ആലോചിക്കുക. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ റിയലൈസ് ചെയ്യുക. നമ്മൾ പൈസ മുടക്കുമ്പോഴാണെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ സ്വയം ഒന്ന് റിയലൈസ് ചെയ്യുക, അത് വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അത് എൻ്റെ സ്കിന്നിനെ നല്ലോണം ബാധിക്കില്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. പക്ഷേ ബേസിക്
ബേസിക്കായിട്ട് സ്കിന്നിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കണം. നന്നായി വെള്ളം കുടിക്കുക, നന്നായി ഫ്രൂട്ട്സ് കഴിക്കുക, നന്നായി വെജിറ്റബിൾസ് കഴിക്കുക, പിന്നെ ഈ വറുത്തത് പൊരിച്ചത് പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, ഷുഗർ ഐറ്റംസ് ഒഴിവാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ സ്കിൻ ഉണ്ടാവും. പുറത്ത് പോകുമ്പോൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക, മോർണിംഗ് സ്കിൻ കെയർ, നൈറ്റ് സ്കിൻ കെയർ പോലെയുള്ള കെയർ ചെയ്യുക, ഡെയിലി ബേസിസിലോ അല്ലെ ഡെയിലി ബേസിസിൽ പാക്ക് ചെയ്യുക, വീക്ക്ലി ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ നാച്ചുറൽ ഫേഷ്യൽസ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പണ്ടുള്ള ആൾക്കാരുടെയൊക്കെ സ്കിന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആക്ടർമാരുടെയും ആക്ട്രസ്മാരുടെയും നമ്മുടെ അമ്മയുടെയും ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ സ്കിൻ ആലോചിച്ച് നോക്കുക. ഞാൻ ഇന്നേ വരെ എൻ്റെ അമ്മേൻ്റെ സ്കിന്നിൽ ഒരു കുരുവോ പാടോ കുത്തോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്താ അമ്മേൻ്റെ സ്കിന്നിലിടുന്നത് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അമ്മ ഇന്നേ വരെ സൺസ്ക്രീൻ പോലും യൂസ് ചെയ്യല്ല. പക്ഷേ ഈ മെയിൻറ്റെയിൻസ് ഹെയർ സ്കിൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇന്നാണ് വന്നത്. ഒരു 100 കമ്പനി, 100 പ്രൊഡക്റ്റ്, 100 സൺസ്ക്രീന്, 100 ടോണർ, 100 അത്. ആകെ ബേസിക്കായിട്ട് ഒരാൾക്ക് 3 സ്കിന്നുകൾ: ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, വേണം ആക്നെ പ്രോൺ സ്കിൻ. ഇതിൽ കൂടുതൽ സ്കിൻ എന്താ അറിയില്ല. പക്ഷേ ഒരു ബ്രാൻഡിന് തന്നെ 10 പ്രൊഡക്റ്റാണ്. വാട്ട്സ് ദിസ് ഗൈസ്. സോ ഇങ്ങനത്തെ തരത്തിലുള്ള പ്രൊഡക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിന്, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ ആരാധിച്ചോളൂ. ഞാൻ ഇപ്പോഴും കാണല്ലേ ചില വീഡിയോ ഉണ്ട്, ചേച്ചി ഒന്ന് മിണ്ടോ എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് ഒക്കെ ഫൈൻ, ഇറ്റ്സ് സ്വീറ്റ്, നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നതൊക്കെ. പക്ഷെ ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ അവർ കാണിക്കുമ്പം അതിൽ വീണുപോയി സ്വന്തം പൈസ കളയാനും സ്വന്തം ഫേസിന് ഡാമേജ് വെക്കാനും നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. പിന്നാൾ ഞാനിട്ട ഷോർട്സിൻ്റെ താഴെ ഞാൻ കുറേ കമൻറ്റ്സ് കണ്ടു, കുറേ പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യാൻ. ഹോപ്പ്ഫുള്ളി എല്ലാത്തിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യും. ബട്ട് ഐ വിൽ ബി ഡൂയിങ് ദാറ്റ് ഇൻ മൈ സെക്കൻഡ് ചാനൽ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദാറ്റ് ടു. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മമ്മി അൺഫിൽറ്റേർഡ്.